അനുദിനം വഷളാവുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം. അതിനിടയിൽ ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും തമ്മിലുള്ള ബന്ധവും ഉലയുന്നതായിട്ടുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശികൾക്ക് ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ് കൽക്കത്തയിലെ ഒരുപിടി ആശുപത്രികൾ. അതിന് പ്രധാന കാരണമായി പറയുന്നത് ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമവും ഒപ്പം തന്നെ ഇന്ത്യൻ ദേശീയ പതാക കത്തിച്ചതുമാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിലേക്ക് ആശുപത്രികളെ എത്തിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ബംഗ്ലാദേശികൾ ചികിത്സയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതിൽ പ്രധാനമായും ബംഗാളും പിന്നെ മഹാരാഷ്ട്രയും ദില്ലിയും ഒക്കെയാണ് ബംഗ്ലാദേശികൾ ചികിത്സയ്ക്കായി കൂടുതൽ ആശ്രയിക്കുന്നത്. ധാരാളം പേരാണ് ഈ ചികിത്സയ്ക്ക് മറ്റും ഇന്ത്യയിൽ എത്തുന്നതും. കുറഞ്ഞ ചെലവും മികച്ച ചികിത്സയുമാണ് ഇന്ത്യയിലെ ആശുപത്രികളിലേക്ക് എത്താൻ ബംഗ്ലാദേശികളെ പ്രേരിപ്പിക്കുന്നതും. ഇവിടെ ഇപ്പോൾ ആശുപത്രികൾ എടുത്തിരിക്കുന്ന തീരുമാനം ബംഗ്ലാദേശികൾക്ക് ഇനി മുതൽ ചികിത്സ നൽകില്ല എന്നൊരു തീരുമാനം ആദ്യം എടുത്തത് മണിക്തല ഏരിയയിലെ ഒരു ആശുപത്രിയായിരുന്നു. JN റായ് ആശുപത്രിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നീട് ബാക്കിയുള്ള ആശുപത്രികൾ കൂടി ഈ നിലപാടിലേക്ക് എത്തുകയായിരുന്നു. നമുക്കറിയാം, ഇന്ത്യൻ കമ്പനികൾ മരുന്ന് നൽകുന്നത് അത് ബംഗ്ലാദേശിൽ നിന്ന് പണം കിട്ടാനുള്ളത് കൊണ്ടാണ് മരുന്ന് നൽകുന്നത് നിർത്തിവെക്കുകയും മറ്റു ചില കമ്പനികൾ അതിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തിരുന്നു. കമ്പനികൾ പറയുന്നത് തങ്ങൾക്ക് പണം ലഭിക്കാനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊറിയർ അയച്ചാൽ പോലും അവിടെ കിട്ടുമോ എന്ന് ഉറപ്പില്ല, കിട്ടിയാലും പണം ലഭിക്കില്ല എന്ന കാരണത്താലാണ് മരുന്ന് കമ്പനികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരുന്ന് അങ്ങോട്ടേക്ക് നൽകുന്നതിൻ്റെ അളവ് കുറച്ചിരുന്നു. വൈദ്യുതി അദാനി ഭാഗികമായി വെട്ടിക്കുറച്ചിരുന്നു. പിന്നെ അത് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നടന്നു വരുന്നു. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ കൊൽക്കത്തയിലും ബംഗാളിലും മറ്റിടങ്ങളിലും അടക്കമുള്ള ആശുപത്രികളിൽ ബംഗ്ലാദേശികൾക്ക് ഇനി ചികിത്സയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആശുപത്രി അധികൃതർ എത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.